ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, നമസ്തേ. ബംഗ്ലാദേശ് വിജയ് ദിവസ്, ബംഗ്ലാദേശ് എന്ന രാജ്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഭാരതം വഹിച്ച പങ്കും നിസ്തുലമാണ്. എങ്ങനെ ഓർത്തെടുക്കാം ബംഗ്ലാദേശ് വിജയ് ദിവസത്തെ? രോഹിണി, വീണ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കുമ്പോൾ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ പരമാധികാര രാഷ്ട്രത്തിന്റെ സ്ഥാപന ദിനം എന്നതിനപ്പുറത്തേക്ക് രോഹിണി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ ഭാരതം വഹിച്ചിട്ടുള്ള പങ്ക്, ഭാരതത്തിന്റെ സൈന്യം കൊടുത്തിട്ടുള്ള വില എത്രത്തോളമാണ് എന്നുള്ളത് ചരിത്രം നമുക്ക് മുൻപിലുണ്ട്. ഇന്ന് കൊൽക്കത്തയിലാണ് രാജ്യത്ത് ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആഘോഷ പരിപാടികൾ എല്ലാ വർഷവും നടന്നു വരാറുള്ളത്. ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഈ ബംഗ്ലാദേശ് വിജയ് ദിവസവുമായി ബന്ധപ്പെട്ട് നടക്കും. അതിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്നാണ് നടക്കുന്നത്. അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധികളും ഈ സായുധ യുദ്ധത്തിൽ, ഗൊറില്ല യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിനിധികളും ഒപ്പം നിലവിൽ ബംഗ്ലാദേശ് സൈന്യത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 അംഗ ബംഗ്ലാദേശ് പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം തന്നെ കൊൽക്കത്തയിൽ എത്തിയിരുന്നു. അവർ ഇന്ന് നടക്കുന്ന കൊൽക്കത്തയിൽ ഈസ്റ്റേൺ ആർമി കമാൻഡ് ആസ്ഥാനത്ത് നടക്കുന്ന ഈ പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ബംഗാൾ ഗവർണർ CB ആനന്ദബോസും ഉൾപ്പെടെയുള്ളവരും ഈ പരിപാടിയിൽ ഔദ്യോഗികമായി പങ്കെടുക്കുന്നുണ്ട്. രാവിലെ ഈ യുദ്ധത്തിൽ ജീവൻ നൽകിയിട്ടുള്ള ധീരരായ സൈനികർക്ക് ആദരിച്ചുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പുഷ്പാർച്ചനയിൽ ഗവർണർ CB ആനന്ദബോസ് പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക സൈനിക പ്രദർശനം നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയും പങ്കെടുക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടി പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരത വിഭജന സമയത്ത് തന്നെ 1947 ഭാരതത്തെ വെട്ടിമുറിച്ച സമയത്ത് തന്നെ ഈ കിഴക്കൻ പാകിസ്ഥാൻ മേഖലയിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയും പ്രശ്നങ്ങളും ഉടലെടുത്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് എങ്കിൽ പോലും, ഭൂരിപക്ഷം അത്രയാണെങ്കിൽ പോലും വ്യത്യസ്തമായ ജീവിത രീതി, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തമായ സംസ്കാരം പിന്തുടരുന്നവർ, അതിൻ്റെ ഭാഗമായി അവർക്ക് സ്വയം ഭരണം വേണമെന്ന വലിയ ആവശ്യം ഈ 1947 ഭാരത വിഭജന സമയത്ത് തന്നെ ഉയർന്നിരുന്നു. അതിനുശേഷം വലിയ അതൃപ്തി അവിടെ ആ മേഖലയിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ഭാരതത്തിലേക്ക് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ആ സമയത്ത് എത്തി. 1960-70കളുടെ തുടക്കത്തോടു കൂടിയാണ് സായുധ പോരാട്ടത്തിലേക്ക്, ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി സായുധ പോരാട്ടത്തിലേക്ക് ആ ഒരു മേഖല, കിഴക്കൻ പാകിസ്ഥാൻ മേഖല കടക്കുന്നത്. അതിന് ഭാരതം പിന്തുണ നൽകുകയും പാകിസ്ഥാനുമായുള്ള യുദ്ധം ഏകദേശം 13 ദിവസം നീണ്ടുനിന്ന തുറന്ന യുദ്ധമാണ് ഉണ്ടായിട്ടുള്ളത്. ഭാരതത്തിന് നിരവധി സൈനികരെ നഷ്ടമായി, അവരുടെ ജീവൻ നഷ്ടമായും. എങ്കിലും പാകിസ്ഥാന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാനും ആ യുദ്ധത്തിൽ വിജയം നേടാനും ഭാരതത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പിറകെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഫലമാണ് ബംഗ്ലാദേശ് എന്ന പരമാധികാര രാഷ്ട്രത്തിന്റെ രൂപീകരണം. ഇന്നത്തെ പ്രസക്തി നോക്കുമ്പോൾ ഇന്ന് ബംഗ്ലാദേശിൽ കടുത്ത ന്യൂനപക്ഷ വിവേചനവും, ഹിന്ദുവും സിഖും പാഴ്സിയും ജൈനും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കടുത്ത അതിക്രമം നേരിടുമ്പോഴാണ് ഒരു ബംഗ്ലാദേശ് വിജയ് ദിവസം കൂടി കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു പരമാധികാര രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ അവിടെ 22% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% താഴേക്ക് എത്തിയിരുന്നു. 71-ൽ 22% മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് 7% താഴേക്ക് എത്തിയിരിക്കുന്നു. സിഖും പാഴ്സിയും ജൈനും ഉൾപ്പെടെയുള്ളവർ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി ബംഗ്ലാദേശിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം, ആദ്യം ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയും പിന്നീട് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്നിട്ടുള്ള തൊഴിൽ സംഭരണവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വലിയൊരു ഹിന്ദു വംശഹത്യയായി അവിടെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കണ്ടു. നിരവധി ആരാധനാലയങ്ങൾ തകർത്തു, നിരവധി ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിനെതിരെ അതിശക്തമായ ശബ്ദം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നേരിട്ട് ധാക്ക സന്ദർശിച്ച് അവിടെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവരുടെ ആരാധനാ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം, ഭാരതത്തിന്റെ ആവശ്യം ധാക്കയിൽ പോയിക്കൊണ്ട് ധാക്കയിൽ കൂടിക്കാഴ്ചയിൽ ഉയർത്തുകയുണ്ട്. അത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ, ന്യൂനപക്ഷങ്ങൾ അതിക്രൂരമായി വേട്ടയാടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മറ്റൊരു ബംഗ്ലാദേശ് വിജയ് ദിവസ് കടന്നു പോകുന്നത്. ഭാരതത്തെ സംബന്ധിച്ച് എപ്പോഴും അയൽ രാജ്യങ്ങളിൽ നിന്ന് വിവേചനം നേരിട്ട് പലായനം ചെയ്തെത്തുന്നവർ, അഭയാർത്ഥികളായി എത്തുന്നവരെ സ്വീകരിക്കുകയും അത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് എത്രത്തോളം സാധ്യമാകുന്ന ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് മുൻപേ തന്നെ ഭാരതത്തിന്റെ നിലപാടുകളാണ്. ആ നിലപാടുകൾ ഇന്നും ഭാരതം തുടർന്നു വരുന്നു. അത്തരത്തിൽ ഭാരതം എടുത്തൊരു വലിയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപീകരിച്ചത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ബംഗ്ലാദേശ് വിജയ് ദിവസം കടന്നു പോകുന്നത്. ഇന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കൊൽക്കത്തയിലാണ് ഇതുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട് പ്രധാന പരിപാടി നടക്കുന്നത്. ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധി സംഘം പങ്കെടുക്കും. മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഗവർണർ CB ആനന്ദബോസും ഉൾപ്പെടെയുള്ള സർക്കാർ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. അതിൽ രാജ്യത്തിന് വേണ്ടി ഈ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ ജീവൻ നൽകിയ സൈനികരെ ആദരിക്കും, അനുസ്മരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ വിജയ് ദിവസിന്റെ ആശംസകൾ, അതിന്റെ സന്ദേശം പങ്കുവെക്കും എന്നുള്ളതുമാണ് മനസ്സിലാക്കുന്നത്. ജിഷ്ണു, മറ്റൊരു കാര്യം കൂടി, നമുക്ക് രാജ്യസഭയിൽ ഇന്ന് ഭരണഘടനയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച ആരംഭിക്കുകയാണല്ലോ. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് സംസാരിക്കുക എന്നറിയുന്നു. നേരത്തെ ലോക്സഭയിൽ നടന്ന ചർച്ച നമുക്കറിയാം, ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. ജിഷ്ണു, ഈ ഇന്നത്തെ ചർച്ച നിർമ്മല സീതാരാമൻ തുടങ്ങി വയ്ക്കുന്നു. ഇപ്പോൾ രാജ്യസഭയിൽ എങ്ങനെയായിരിക്കും ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ ഒരു പൊതു സ്വഭാവം വരാൻ പോകുന്നത്? വീണ, പാർലമെന്റിൽ ഇന്ന് രാജ്യസഭയിൽ സഭയുടെ മറ്റു പ്രവർത്തനങ്ങൾ, മറ്റ് നടപടിക്രമങ്ങൾ നിർത്തിവെച്ചുകൊണ്ടാണ് ഇന്നും നാളെയും ഭരണഘടനയുടെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്നായിരുന്നു അറിയിച്ചതെങ്കിലും അദ്ദേഹം ഛത്തീസ്ഗഡിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കുകയാണ്. അതിനാൽ സഭയിലെത്തിയില്ലെങ്കിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആയിരിക്കും ചർച്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുക. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങൾ, പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നിലവിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ വാക്കുകൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും, ഒപ്പം നിലവിലെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാക്കളുടെയും വാക്കുകൾ രാജ്യസഭയിൽ ഉണ്ടാകും. വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചർച്ച ലോക്സഭയിൽ നടന്നത്. രൂക്ഷമായ വിമർശനം, വസ്തുതകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോൾ എങ്ങനെയാണോ ഭരണഘടനാ മൂല്യങ്ങളെ തട്ടിയെറിഞ്ഞത് കോൺഗ്രസ് എന്നുള്ളത് വിശദീകരിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറിന്റെയും കേന്ദ്ര പാർലമെന്റ് കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജുവിന്റെയും എല്ലാം തന്നെ പ്രസംഗം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കിരൺ റിജു വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ്, ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിൽ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന പ്രസംഗമായിരുന്നു കിരൺ റിജു നടത്തിയത്. കൂടാതെ പാർലമെന്റിൽ ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പുതുതായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചാർട്ടിൽ, ബിസിനസ് ചാർട്ടിൽ ബില്ലിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ ബില്ല് അവതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമെന്ന് അറിയുന്നു. രാജ്യസഭയിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇന്നും നാളെയുമാണ് രാജ്യസഭയിൽ ചർച്ച നടക്കുക. ശരി ജിഷ്ണു.